ഗുഡ് മോർണിംഗ് കറണ്ട് അഫയേഴ്സ് ജാനുവരി 3 ഫ്രൈഡേ. ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ് പേപ്പറിൽ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് NCLATയുടെ ഡിസിഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്. NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ കാര്യമാണ്. NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ ഡിസിഷൻ എന്തായിരുന്നു വെച്ചാല്, ടാറ്റ ഗ്രൂപ്പിന്റെ പഴയ ചെയർമാനായിരുന്ന സൈറസ് മിസ്ട്രി, അദ്ദേഹത്തിന് കോർപ്പറേറ്റ് മിസ്ഗവേണൻസ് എന്നുള്ള പേരിൽ ടാറ്റ പുറത്താക്കിയിരുന്നു. അതിന് അഗേൻസ്റ്റ് ആയിട്ട് സൈറസ് മിസ്ട്രി NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്തപ്പോൾ അവര് സൈറസ് മിസ്ട്രിയെ തിരിച്ച് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇപ്പോ N. ചന്ദ്രശേഖരനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ. ഇതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് സുപ്രീം കോർട്ടിൽ പോയിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പ്. ഇപ്പൊ ഇതാണ് ഇന്നത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും മെയിൻ ന്യൂസ് ആയിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ നമുക്ക് മറ്റൊന്നും എഴുതിയെടുക്കാനില്ല. പക്ഷേ BS യെദ്യൂരപ്പയുടെ ഒരു ഫോട്ടോ ഉണ്ട്. BS യെദ്യൂരപ്പ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സർ വിജേന്ദർ സിംഗ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സറും ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിംഗിൽ മെഡൽ നേടിയ ആദ്യത്തെ ആളും, അങ്ങനെ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരു കരിയറാണ് വിജേന്ദർ സിംഗിന്റെ കരിയർ എന്ന് പറയുന്നത്. ഈ വിജേന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ ഇനി അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ കരിയർ പ്ലാൻസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളും ബാക്ക് പേജിലുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള റസലർ സുശീൽ കുമാറിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സുശീൽ കുമാർ ഇന്ത്യയിൽ ഏറ്റവും സക്സസ്ഫുൾ എന്ന് പറയാൻ കാരണം ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ 2 മെഡൽ നേടിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അത് സുശീൽ കുമാറാണ്. റസലിംഗിൽ 2 തവണ അദ്ദേഹം മെഡൽ നേടിയിട്ടുണ്ട്. ഒരു തവണ ബ്രോൺസും ഒരു തവണ സിൽവറും. ഇന്ത്യയുടെ റസലിംഗിനെ കൺട്രോൾ ചെയ്യുന്ന WFI ആണ്, റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വുമൻ റെസ്ലറിനെ കുറിച്ചും ഉണ്ട്. കഴിഞ്ഞ 2019 ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള വുമൻ റെസ്ലർ ആയിരുന്നു വിനേഷ് ഭോഗട്ട്, PHOGAT, വിനേഷ് ഭോഗട്ട്. അതുപോലെ വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരിയായ മീരാബായി ചാനുവിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. MIRABAI, മീരാബായി ചാനു, CHANU. അതുപോലെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വേൾഡിലെ ഏറ്റവും ക്യാഷ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബാസ്കറ്റ്ബോൾ ലീഗിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ ലീഗാണ് NBA, നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ. NBA അല്ലെങ്കിൽ നാഷണൽ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്നത് US-ലെ ബാസ്കറ്റ്ബോൾ ലീഗാണ്. അതുപോലെ ഇപ്പോ ATP ടൂർ ഫൈനൽസ് വിൻ ചെയ്ത ATP ടൂർ ഫൈനൽസ് എന്ന് പറയുന്നത് ATP അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ്, പുരുഷന്മാരുടെ ടെന്നീസിന്റെ ബോഡിയായ ATP അസോസിയേഷൻ ഓഫ് ടെന്നീസ് പ്രൊഫഷണൽസ് നടത്തുന്ന സീസൺ എൻഡിംഗ് ടൈറ്റിലാണ് ATP ടൂർ ഫൈനൽ. ATP ടൂർ ഫൈനൽ വിൻ ചെയ്ത പ്രാവശ്യം സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസ് ആയിരുന്നു. STEFANOS, സ്റ്റെഫാനോസ് സിറ്റ്സിപ്പാസ്, TSIPAS, ഗ്രീസുകാരനാണ്. അദ്ദേഹത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി. അതുപോലെ സൌരവ് ഗാംഗുലിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. സൌരവ് ഗാംഗുലി ഇന്ത്യയുടെ ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇന്ത്യയുടെ പ്രസിഡന്റാണ്. BCCIയുടെ പ്രസിഡന്റാണ് സൌരവ് ഗാംഗുലി. അതുപോലെ NCA നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയെ കുറിച്ചൊരു റെഫറൻസ് ഉണ്ട്. NCA നാഷണൽ ക്രിക്കറ്റ് അക്കാദമി എന്ന് പറയുന്നത് ഇന്ത്യയുടെ BCCI നടത്തുന്ന ക്രിക്കറ്റ് അക്കാദമിയാണ്. അത് എവിടെയാണ് നടന്നിരിക്കണം? ബംഗളൂരുവിലാണ് NCA നാഷണൽ ക്രിക്കറ്റ് അക്കാദമി. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ, ഇന്ത്യയുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാനിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെന്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായ, ഗവൺമെന്റിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടായ ETF ആയ ഭാരത് ബോണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഭാരത് ബോണ്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നീട് DIPAMന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. DIPAM, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, DIPAM, അവരാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനികളുടെ ഷെയർസ് ഗവൺമെന്റ് സെല് ചെയ്യുന്നതിന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളിൽ ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യാനുള്ള ഡിപ്പാർട്ട്മെന്റാണ് DIPAM, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. അതുപോലെ എക്കോണമിക്ക് മെയിൻലി 3 സെക്ടേഴ്സ് ആണുള്ളതെന്ന് പഠിച്ചിരിക്കുക. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് മെയിൻലി അഗ്രികൾച്ചർ ആണ്. പിന്നീട് അനിമൽ ഹസ്ബൻഡറിയും ഫിഷിംഗും എല്ലാം പ്രൈമറി സെക്ടറിൽ വരും. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ് സെക്കൻഡറി സെക്ടർ.
ടെർഷറി സെക്ടർ എന്ന് പറയുന്നത് സർവീസ് സെക്ടർ ആണ്. അപ്പൊ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷറി സെക്ടർ. സോറി. പിന്നീട് സിഒസിയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഷോർട്ട് ഫോം ആണ് സിഒസി. അത് വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് തൗസൻഡ്സ് ഓഫ് ക്രോഡ്സിന്റെ ലോൺ ബാങ്കുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ബാങ്ക് ആയിരിക്കില്ല ആ ലോൺ കൊടുക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് ആയിരിക്കും. അവരെയാണ് സിഒസി എന്ന് പറയുന്നത്, കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ്. ഇപ്പൊ ഒരു 10,000 ക്രോഡ്സ് എനിക്ക് ലോൺ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു 5,000 ക്രോഡ്സ് SBI, 2,000 ക്രോഡ്സ് ബാങ്ക് ഓഫ് ബറോഡയും, 2,000 ക്രോഡ്സ് ICICയും അങ്ങനെ എല്ലാവരുടെ ആയിരിക്കും തരുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെയാണ് സിഒസി എന്ന കമ്മിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ നിഫ്റ്റി റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയുടെ ഇൻഡെക്സ് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSEയുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന 50 ഷെയർസ് ഉപയോഗിച്ചുകൊണ്ടാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതുപോലെ IRDAI ഒരു പുതിയ ഹെൽത്ത് കവർ ഉണ്ടാക്കാൻ എല്ലാ ഇൻഷുറൻസ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. IRDAI ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ, ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദ്, ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയ KHUNTIA. Regulator IRDAI on Thursday issued guidelines on standard individual health insurance. Standard individual health insurance എന്ന പുതിയ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആസ്കിംഗ് ജനറൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറേഴ്സ് ടു ഓഫർ എ പ്രോഡക്റ്റ്. സ്റ്റാൻഡേർഡ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഡക്റ്റ് ആണ് അവർ ഓഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ that can take care of basic health needs of customers. Basic health needs, customersന്റെ basic health needs ആണ് അത് ടേക്ക് കെയർ ചെയ്യേണ്ടത്. With a maximum sum insured of 5 lakh rupees and minimum rupees 1 lakh. Minimum 1 ലക്ഷം വേണം ആ കവറേജ്. അതിന്റെ കവറേജ് മാക്സിമം 5 lakhs, അതിൽ കൂടുതൽ ആവാനും പാടില്ല. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനീസും പ്രൊവൈഡ്. അതിന് ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും ജനറൽ ഇൻഷുറൻസ് കമ്പനി ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും അത് ചെയ്യാം. ആ ഇൻഷുറൻസ് സ്കീമിന് ഒരു പേരും IRDAI കൊടുത്തിട്ടുണ്ട്. ആ പേര് എല്ലാവരും പഠിച്ചു വെച്ചേക്കണം. ആരോഗ്യ സഞ്ജീവനി പോളിസി. ആരോഗ്യ സഞ്ജീവനി പോളിസി. എല്ലാ കമ്പനീസും ഈ പേര് യൂസ് ചെയ്യാവുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയാണ് നമ്മുടെ ബിസിനസ് പേജില്. അത് കഴിഞ്ഞ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ആണ് ബെഞ്ചമിൻ നെതന്യാഹു. അതുപോലെ ടർക്കിയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ ഉണ്ട്. ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ്പ് എർഡോഗാൻ ആണ്. RECEP റെസെപ് തായിപ്പ്, TAYYIP തായിപ്പ് എർഡോഗാൻ, ERDOGAN റെസെപ് തായിപ്പ് എർഡോഗാൻ. ടർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയാണ്, ANKARA അങ്കാറ. അതുപോലെ ലിബിയ എന്ന് പറഞ്ഞ കൺട്രിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ടർക്കിയോട് അടുത്ത് കിടക്കുന്ന ഒരു മറ്റ് അറബ് കൺട്രിയാണ് ലിബിയ. ലിബിയയുടെ ക്യാപിറ്റൽ ട്രിപ്പോളിയാണ്, TRIPOLI ട്രിപ്പോളി. അതുപോലെ അബുദാബിയുടെ ക്രൗൺ പ്രിൻസ്, അദ്ദേഹത്തിന്റെ പേര് അറിഞ്ഞിരിക്കുക. അദ്ദേഹം കൂടെ ഇന്ത്യക്ക് വിസിറ്റ് ചെയ്യുന്ന ആളാണ്. അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. ഷെയ്ഖ് SHEIKH ഷെയ്ഖ് മുഹമ്മദ് ബിൻ BIN ബിൻ സയ്യിദ് ZAYED സയ്യിദ് അൽ നഹ്യാൻ NAHYAN. അബുദാബി ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. പിന്നീട് അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ടിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട്. ഹർഷവർദ്ധൻ ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്റർ ആണ് ഹർഷവർദ്ധൻ. അതുപോലെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബിപിൻ റാവത്ത് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അതുപോലെ അതിനടുത്ത പേജില് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിന്റെ ഉടനെ തന്നെ ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ സ്കോട്ട് മോറിസൺ. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഡയലോഗാണ് റൈസിന ഡയലോഗ്. ഇന്ത്യയിൽ ഡൽഹിയിൽ വെച്ച് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഴ്സ് ഒക്കെ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡയലോഗ് പ്രോസസ്സാണ്, ഒരു സംവാദമാണ് റൈസിന ഡയലോഗ് എന്നറിയപ്പെടുന്ന RAISINA റൈസിന ഡയലോഗ്. അതുപോലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് രവീഷ് കുമാർ. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് രവീഷ് കുമാർ, RAVWSH രവീഷ് കുമാർ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിൽ എഡിറ്റോറിയൽ ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ബെപ് പാങ്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ബെപ് പാങ്സ് PANGS. അതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല് മഹാരാഷ്ട്രയിലെ ശിവസേന കോൺഗ്രസ് NCP അലയൻസ് ആണ് ഭരിക്കുന്നത്. അവര് ഭരണത്തിൽ കയറുന്നതിന് മുമ്പ് അവർ ശത്രുക്കളായിരുന്നു. പക്ഷേ
ഗവൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുമിച്ചു. അവരുടെ ഐഡിയോളജീസ് ഡിഫറന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മുന്നോട്ട് ഈ ഗവൺമെന്റ് കൊണ്ടുപോകാൻ ഒത്തിരി ഡിഫിക്കൽട്ടീസ് നേരിടും. കാരണം അത്രത്തോളം കോൺട്രഡിക്ഷൻസ് അവർ തങ്ങളിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് അവരുടെ. ഇപ്പോഴാണ് മിനിസ്ട്രി എക്സ്പാൻഷൻ ഒക്കെ നടന്ന എക്സ്പാൻഷൻ സമയത്ത് തന്നെ കുറെ കല്ലുകടി ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എ വീക്ക് ടെസ്റ്റ് എന്നുള്ളതാണ്. എ വീക്ക് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വച്ഛ് ഭാരത് അഭിയാനിൽ ഇപ്പോ സർവേ നടത്തിയതിനു ശേഷം എല്ലാ വർഷവും പിന്നീട് ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള ഒരു റാങ്കിംഗ് ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പം പറഞ്ഞ ഇൻഡോർ ആണ്. ഇന്ത്യയിൽ 10 ലക്ഷത്തിന് മുകളിൽ പോപ്പുലേഷൻ ഉള്ള സിറ്റികളിൽ ക്ലീനസ്റ്റ് മധ്യപ്രദേശിലാണ്. അതുപോലെ ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആണ് 10 ലക്ഷത്തിൽ താഴെയുള്ള സിറ്റികളിൽ പോപ്പുലേഷൻ ഉള്ള സിറ്റികളിൽ ക്ലീനസ്റ്റ്. എന്നിരുന്നാലും ഇതിൽ കുറെ ഇൻഹറന്റ് ആയിട്ടുള്ള വീക്ക്നെസ്സുകളുണ്ട് ഈ ഒരു സർവേയിൽ എന്നാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ സമർത്ഥിക്കുന്നത്. വായിക്കാൻ താല്പര്യമുള്ളവർ മസ്റ്റായിട്ട് എല്ലാവരും വായിക്കണം. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, യുഎസിന്റെ മിലിറ്ററി അലയൻസ്. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രസൽസ്, ബെൽജിയത്തിന്റെ ക്യാപിറ്റൽ. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് S-400. എസ് ഇട്ടിട്ട് ഒരു ഹൈഫനിട്ട് 400, 400, S-400. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന എയർ ഡിഫൻസ് സിസ്റ്റം. അതുപോലെ പിന്നീട് അമൃതിന്റെ എക്സ്പാൻഷൻ അറിയിക്കുക. AMRUT, അമൃതിന്റെ എക്സ്പാൻഷൻ. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ, അമൃത് എക്സ്പാൻഷൻ. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. ഇന്ത്യയിലെ ഒരു അർബൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആണ് അമൃത്. ഇന്ത്യയിലെ ഒരു അർബൻ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് ആണ് അമൃത്. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. 500 ഇന്ത്യൻ ടൗണുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. 500 ടൗൺസ്, അതാണ് അമൃത്. അതുപോലെ NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ റെഗുലേറ്ററാണ് NMC. മുമ്പ് വേറൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ പേര് MCA എന്നായിരുന്നു, മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അതിന്റെ പേര്. മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയിൽ കുറെ കറപ്ഷൻസ് ഒക്കെ നടക്കുന്നു, ഇൻഎഫിഷ്യന്റ് ആണെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മനസ്സിലായപ്പോൾ പകരം കൊണ്ടുവന്ന സംഭവമാണ് NMC, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഇറ്റ് ഈസ് എ ന്യൂ റെഗുലേറ്റർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ന്യൂ ഹെഡ് ഈസ്, അതായത് പുതിയ ചെയർമാൻ അതിന്റെ സുരേഷ് ചന്ദ്ര ശർമ്മ പുതിയ ചെയർമാൻ. അതുപോലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എവിടെ നടന്നിരിക്കുക? ബംഗളൂരുവിൽ വെച്ച് 107ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, 107th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ബംഗളൂരുവിൽ വെച്ച് നടക്കാൻ പോകുന്നു. NDCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. NDCA, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പെൻഡിംഗ് ഉള്ള ചില ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, നമുക്ക് തീർക്കാം. അതായത് NPRന്റെ എക്സ്പാൻഷനൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞാണ്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. പിന്നീട് റെയിൽവേ ബോർഡിന്റെ ചെയർമാന്റെ പേര് അറിഞ്ഞിരിക്കുക. VK യാദവ് ആണ് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ. VK യാദവ്. CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ CAG രാജീവ് മഹർഷിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG രാജീവ് മഹർഷിയാണ്. ഓക്കെ. പിന്നീട് ഗോപി ചന്ദ് ഇന്ത്യയുടെ ചീഫ് നാഷണൽ ബാഡ്മിന്റൺ കോച്ചാണ്. ഇന്ത്യയുടെ ചീഫ് നാഷണൽ ബാഡ്മിന്റൺ കോച്ചാണ് ഗോപി ചന്ദ് എന്ന് പറയുന്നത്. അതുപോലെ നീരജ് ചോപ്രയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നീരജ് ചോപ്ര ഇന്ത്യയുടെ ഒരേ ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് അത്ലറ്റിക്സിലെ. ജാവലിൻ ത്രോയിലെ ജൂനിയർ ലെവലിലെ വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ് നീരജ് ചോപ്ര. ദ്യുതി ചന്ദിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. UTW, ദ്യുതി ചന്ദ് ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് വുമൻ ആണ്. 100 മീറ്റേഴ്സിലെ നാഷണൽ റെക്കോർഡ് ഹോൾഡറാണ്. അതുപോലെ ഹിമാദാസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഹിമാദാസ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഒരേ ഒരു ഇന്ത്യക്കാരിയാണ്. വേൾഡ് ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റേഴ്സിലാണ് അവർ ഗോൾഡ് മെഡൽ നേടിയത്. അതുപോലെ പ്രജനേഷ് ഗുണേശ്വരൻ ഇന്ത്യയുടെ നമ്പർ 1 മെയിൽ സിംഗിൾസ് ടെന്നീസ് പ്ലെയർ ആണ്. ഇന്ത്യയുടെ മെയിൽ നമ്പർ 1 സിംഗിൾസ് ടെന്നീസ് പ്ലെയർ പ്രജനേഷ്, PRAJNESH, പ്രജനേഷ് ഗുണേശ്വരൻ. സൌരവ് ഖോസൽ, GHOSAL, സൌരവ് ഖോസൽ ഇന്ത്യയുടെ നമ്പർ 1 സ്ക്വാഷ് പ്ലെയർ. സ്ക്വാഷ് എന്ന് പറഞ്ഞ ഗെയിമിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലെയർ ആണ്. അതുപോലെ OFS, ഞാൻ ഓൾറെഡി OFSന്റെ എക്സ്പാൻഷൻ ആണെന്നിരിക്കണം. ഓഫർ ഫോർ സെയിൽ, ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു അബ്രിവേഷൻ ആണ് OFS, ഓഫർ ഫോർ സെയിൽ. QIP, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്, ഇതെല്ലാം ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട അബ്രിവേഷൻസ് ആണ്. QIP, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്. IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ. FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫർ.
അതുപോലെ ഈയിടയ്ക്ക് SR സ്റ്റീൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റീൽ കമ്പനിയെ IBC പ്രൊസീഡിംഗ്സ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രൊസീഡിംഗ്സ് ഉപയോഗിച്ച് അക്വയർ ചെയ്ത കമ്പനി ഏതാണെന്ന് വെച്ചാൽ വേൾഡ്സ് നമ്പർ 1 സ്റ്റീൽ പ്രൊഡ്യൂസറായ ആഴ്സലോർ മിത്തൽ. SR സ്റ്റീൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്റ്റീൽ കമ്പനിയെ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പ്രൊസീഡിംഗ്സ് ഉപയോഗിച്ച് അക്വയർ ചെയ്ത വേൾഡിലെ നമ്പർ 1 സ്റ്റീൽ പ്രൊഡക്ഷൻ കമ്പനിയാണ് ആഴ്സലോർ മിത്തൽ, ARCELOR. അതുപോലെ ബെഞ്ചമിൻ അതിന്റെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നീട് NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIAയുടെ ഡയറക്ടർ YC മോഡി, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡയറക്ടർ YC മോഡി. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. BCI ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ലോ എഡ്യൂക്കേഷൻ, അഡ്വക്കേറ്റ് പ്രൊഫഷൻ അതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് BCI ആണ്, ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന പോലെ. പിന്നീട് നാറ്റോ നമ്മളിപ്പോ പറഞ്ഞു, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ. രമേശ് പൊക്രിയാൽ, POKHRIYAL, രമേശ് പൊക്രിയാൽ ഇന്ത്യയുടെ HRD മിനിസ്റ്ററാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ. അംജദ് അലി ഖാൻ പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി. സരോദ് എന്ന് പറയുന്ന SAROD, സരോദ് എന്ന് പറയുന്ന ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അതിലെ ഏറ്റവും വലിയ എക്സ്പോണന്റ് ആണ് അംജദ് അലി ഖാൻ, സരോദ്. പിന്നീട് മറ്റ് കറണ്ട് അഫയേഴ്സ് പോയിന്റ്സുകളിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. പിന്നീട് അഫ്ഗാനിസ്ഥാനിന് ആധാറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ കാർഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഹെൽപ്പ് ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാൻ എന്നുള്ള കൺട്രിയാണ് ആധാർ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യ സഹായിക്കുന്നത്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുടെ ചെയർപേഴ്സൺ HL ദത്തു ആണ്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ HL ദത്തു. ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ FSSAI ആണ്. FSSAI ആണ് ഇന്ത്യയുടെ ഫുഡ് റെഗുലേറ്റർ, ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ. FSSAIയുടെ എക്സ്പാൻഷൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO പവൻ അഗർവാൾ ആണ്, PAWAN, പവൻ അഗർവാൾ. പിന്നീട് മുണ്ട്ര, MUNDRA, മുണ്ട്ര, അത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോർട്ടാണ് മുണ്ട്ര എന്ന് പറയുന്നത്. മുണ്ട്ര പോർട്ട് ഗുജറാത്തിലാണ്. മുണ്ട്ര, MUNDRA, മുണ്ട്ര പോർട്ട് ഗുജറാത്തിലാണ്. UMPPയുടെ എക്സ്പാൻഷൻ അറിയിക്കുക, UMPP അൾട്രാ മെഗാ പവർ പ്രോജക്ട്. UMPP അൾട്രാ മെഗാ പവർ പ്രോജക്ട് എന്നുള്ളത് വലിയ പവർ പ്രൊജക്ടുകളാണ് UMPP's അൾട്രാ മെഗാ പവർ പ്രൊജക്ടുകൾ എന്ന് പറയുന്നത്. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ്. കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ. രാജീവ് കുമാർ ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ്. ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയും ഫിനാൻഷ്യൽ സർവീസസ് സെക്രട്ടറിയും രാജീവ് കുമാറാണ്. രാജീവ് കുമാർ, ഫിനാൻസ് സെക്രട്ടറി ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, അതായത് റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ ആണ്. റവന്യൂ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി അതാനു ചക്രവർത്തി, ATANU, അതാനു ചക്രവർത്തി. എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി അതാനു ചക്രവർത്തി, ATANU, അത് ചക്രവർത്തി. TV സോമനാഥൻ, എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഓഫ് ഇന്ത്യ. TV സോമനാഥൻ, എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഓഫ് ഇന്ത്യ. തുഹിൻ കാന്ത പാണ്ഡെ, TUHIN, തുഹിൻ കാന്ത പാണ്ഡെ, DIPAMന്റെ സെക്രട്ടറി. DIPAM ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, DIPAM, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പബ്ലിക് അസറ്റ് മാനേജ്മെന്റ്, DIPAMന്റെ സെക്രട്ടറിയാണ് തുഹിൻ കാന്ത പാണ്ഡെ, TUHIN, തുഹിൻ കാന്ത പാണ്ഡെ. പിന്നീട് ജാക്മ, വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് കമ്പനികളിലൊരെണ്ണം ആയ ആലിബാബയുടെ ഫൗണ്ടറാണ് ജാക്മ. ഏഷ്യയിലെ സെക്കൻഡ് റിച്ചസ്റ്റ് മാനുമാണ് ആഫ്റ്റർ മുകേഷ് അംബാനി. ഏഷ്യയിലെ റിച്ചസ്റ്റ് മാൻ മുകേഷ് അംബാനിയാണ്, സെക്കൻഡ് റിച്ചസ്റ്റ് മാൻ ജാക്മയാണ്. പിന്നെ UPI എല്ലാവർക്കും അറിയുന്നതാണ്, യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആണ് UPI. സെസിന്റെ എക്സ്പാൻഷൻ, സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആണ്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സോൺസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്ത ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സോൺസിനെയാണ് സെസ് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയുന്നത്. ഇത്രയാണ് കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.